എടാ അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ചെറിയൊരു ട്രിക്കാണ്. എന്താണ് നമ്മളെ സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് യൂസിങ് മാട്രിക്സ് മെത്തേഡ്. അതിൽ നമ്മൾ ആൻസർ ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്യേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ മെത്തേഡ് ഉപയോഗിക്കാം. ഇറ്റ് ഇസ് കോൾഡ് ക്രമേഴ്സ് റൂൾ. ക്രമേഴ്സ് റൂള് പല ആൾക്കൂടെ അറിയാൻ ചാൻസ് ഇല്ല, പക്ഷേങ്കിൽ ഞാൻ ചെറിയൊരു റൂൾ പറഞ്ഞുതരാം. ആ റൂൾ വെച്ചിട്ട് നമുക്ക് അത് മെയിനായിട്ട് എഴുതി കഴിഞ്ഞാൽ 0 മാർക്കേ കിട്ടും. അത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, കാരണം ഇത് ഇല്ലീഗൽ മെത്തേഡാണ്. പക്ഷേ അത് നമുക്ക് എന്താണ്, നമ്മൾ ചെയ്യുന്ന രീതി ശരിയാണോ നോക്കാൻ നമുക്ക് എന്താ ഫൈനൽ ആൻസർ. ഇതിപ്പോൾ x=1, y=2, z=, ഞാൻ ഇപ്പോൾ സോൾവ് ചെയ്തിട്ടില്ല, ഈ ക്രമേഴ്സ് മെത്തേഡ് വെച്ചിട്ടാണ് എനിക്ക് ഈ ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ക്രമേഴ്സ് റൂൾ ബേസിക്കലി ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ എ എന്ന് എന്തായാലും എഴുതില്ല, എ എന്തായാലും എഴുതുക. a= മാട്രിക്സിൽ 2 3 അല്ല 2 -3 5 ആ ടേംസ് എഴുതുക. 2 -3 5. അടുത്തത് 3 2 -4 3 2 -4. അടുത്ത 1 1 -2 1 1 -2. അപ്പോൾ ഇതിനെന്തായിട്ട് എടുക്കുക, ഇതിന് ഡി ആയിട്ട് എടുക്കുക, ഡി. അപ്പോൾ ഡി എന്ന് വെച്ചാൽ എന്താണ്, ഇതിൻ്റെ ഡെറ്റർമിനൻറ്റ് 2 -3 5 3 2 -4 1 1 -2. ഇതിൻ്റെ ഡെറ്റർമിനൻറ്റ് ഞാനിവിടെ ആദ്യമേ കണ്ടുവച്ചിട്ടുണ്ട്. ഡി എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് സിമ്പിളാണ്. ഇതിപ്പോൾ ഒരു റോ വെച്ചിട്ടോ കോളം വെച്ചിട്ടോ എക്സ്പാൻഡ് ചെയ്താൽ മതി. 2 ഇൻറ്റു ഇപ്പം പോയി 2 -2 -+4. അപ്പോൾ എന്താണ്, ഇത് ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഡെറ്റർമിനൻറ്റ് സോൾവ് ചെയ്യാൻ അറിയില്ല, പിന്നെ പറഞ്ഞിട്ട് അറിയില്ല. അപ്പോൾ ഇതെന്തായാലും സോൾവ് ചെയ്യാൻ അറിയണോ. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇനി D1 D2 D3 വേണം. അപ്പോൾ എന്താ ഈ D1 D2 D3 അല്ലോ. D1 എന്ന് വെച്ചാൽ എക്സ് എന്ന് ഓർക്കുക. D2 എന്ന് വെച്ചാൽ വൈ എന്ന് ഓർക്കുക. ഇത് മൂന്നും എന്താണ്, ഡെറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്ന സാധനങ്ങളാണ്. D3 എന്നപ്പോൾ Z ആണ്. അപ്പോൾ D1 X, D2 Y, D3 Z. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക, ഇതെങ്ങനെ ഇത് കിട്ടുമോ, ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ ഒരു ടേംസ് കണ്ട ഈ ഒരു ഇന്ന് പറയേണ്ടത്, ഈ ടേംസ് എന്ത് ചെയ്യുക, D1 എന്ന് പറയുന്ന സമയത്ത് എക്സിൻ്റെ റോ ഉണ്ടല്ലോ, ഇതാണ് എക്സിൻ്റെ റോ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ എഴുതുന്ന സമയത്ത് ഇതെല്ലാം എക്സിൻ്റെ ടേംസ് അല്ലേ, ഇതാ 2 3 1 2 3 1 ഇതെല്ലാം എക്സിൻ്റെ ടേംസ്, എക്സ്. ഇതെല്ലാം വൈൻ്റെ ടേംസ്, ഇതെല്ലാം സെഡിൻ്റെ ടേംസ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യാം, D1 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എക്സിൻ്റെ കോളം ഉണ്ടല്ലോ മൊത്തം, എക്സിൻ്റെ കോളത്തിൽ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഈ വാല്യൂസ് എഴുതുന്നതിന് പകരം ഈ വാല്യൂസ് എഴുതുക. അപ്പോൾ 11 മൈനസ് അവിടെ പോയി 11 -5 അവിടെ പോയി -3. അപ്പോൾ ഇതെന്താണ്, ഇത് സോർട്ടഡ് ആയി. അപ്പോൾ ബാക്കി എന്തെങ്കിലും ചെയ്യണം, ബാക്കിയൊന്നും ചെയ്യണ്ട, ബാക്കി ഇതേപോലെ തന്നെ എഴുതുക. -3 5 വേറെ 2 -4 1 -2 എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മളെ കാൽക്കുലേറ്റർ എടുക്കുക. ഡിറ്റർമിനൻറ്റ് കാണാൻ ഈ ഓപ്ഷൻ എടുക്കുക, മെട്രിക്സ് ഡിഫൈൻ ആ മെട്രിക്സിൽ 1 കൊടുക്കുക. ഇതിപ്പോൾ ഒന്നുമില്ല, ഇതിപ്പോൾ സാധാരണ കാൽക്കുലേറ്റർ ഇല്ലെങ്കിലും നോർമലായിട്ട് ചെയ്യാവുന്നതായാലും, പക്ഷേ കാൽക്കുലേറ്റർ ഇല്ല സ്ഥിതിക്ക് എന്ത് ചെയ്യാം, 3/3 എന്ന് അടിക്കുക. അപ്പോൾ നമ്മൾ ഈ മാട്രിക്സ് വന്നല്ലോ, അപ്പോൾ ഈ വാല്യൂസിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. 11 -3 5 -5 2 -4 -3 1 -2. അപ്പോൾ ഈ വാല്യൂസിൽ എൻ്റർ ആയല്ലോ. അപ്പോൾ ഇവിടെ ഇനി അടിക്കുക ഓപ്ഷനിൽ മെട്രിക്സ് കാൽക്കുലേഷൻ. എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെ ഓപ്ഷനിൽ പോയിട്ട് താഴെ പോവുക. എന്നിട്ട് ഈ രണ്ടാമത്തെ സംഭവം കൊണ്ട് ഡെറ്റർമിനൻറ്റ് അത് അടിക്കുക 2 ഡെറ്റർമിനൻറ്റ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണോ, ഏത് മെട്രിക്സിൻ്റെ ഡെറ്റർമിനൻ്റാണ് അത് അടിച്ചു കൊടുക്കാം. പിന്നെ ഓപ്ഷൻസ് പോവുക. നമ്മൾ മെട്രിക്സ് എയിലല്ല ആദ്യം ഇതാക്കി വെച്ചാൽ നമ്മൾ ഡിഫൈൻ ചെയ്ത മാട്രിക്സ്. അപ്പോൾ എന്ത് ചെയ്യുക, 3 എന്ന് അടിക്കുക. അപ്പോൾ എന്ത് കിട്ടും, ഓക്കെ ആൻസർ -1 കിട്ടി. അപ്പോൾ എന്ത് ചെയ്താൽ -1 എഴുതി. ഇതൊന്നും വേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എന്താ പറയുക, ഇത് ഇവാലുവേറ്റ് തന്നെ അറിഞ്ഞാൽ മതി. അപ്പോൾ -1 കിട്ടും. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ഇനി നമുക്ക് എക്സ് കിട്ടാൻ എന്ത് ചെയ്യണോ, എക്സ് കിട്ടേണ്ട ഫോർമുല ഞാൻ പറഞ്ഞുതരാം. D1/D. അപ്പോൾ D1 എന്താ, നമുക്ക് ഈ കിട്ടിയ വാല്യൂ, ഈ ഡെറ്റർമിനൻറ്റിൻ്റെ വാല്യൂനാണ് D1 എന്ന് പറയുന്നത്, -1. അപ്പോൾ നമ്മൾ D എത്രയാണ് ഇവിടെ, അതും -1 ആണ്. സോ -1 = 1. അപ്പോൾ x = 1 എന്ന് കിട്ടി. ഇതൊരിക്കലും നമ്മളെ മെയിൻ സ്റ്റെപ്പ് ചെയ്യാൻ പാടില്ല, അത് പറഞ്ഞാൽ ഇല്ലീഗലാണ്. അപ്പോൾ അത് മാർക്ക്
തീരെ കുറച്ചാൾ മാർക്ക് തീരെ കുറച്ചാൽ ഒറ്റ മാർക്കും തരൂല. അപ്പോൾ എന്താണ് ക്രമേഴ്സ് റൂൾ ഞാൻ പറയുന്നത് ആൻസർ, കാരണം നമ്മൾ ക്രമേഴ്സ് റൂൾ വെച്ചിട്ട് ചെയ്യുന്ന ആൻസർ ഒരിക്കലും തെറ്റില്ല. അതാണ് എൻ്റെ പ്രത്യേകത. നിങ്ങൾ നോക്കി നോക്കി ഒരിക്കലും തെറ്റാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഇത് ക്രോസ് വെരിഫിക്കേഷൻ, നമ്മൾ ചെയ്യുന്ന രീതി ശരിയാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വെരിഫിക്കേഷനായിട്ട് എടുത്താൽ മതി ഇതിനാണ്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക്. അല്ലാണ്ട് ഞാനിത് എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി വെച്ചിട്ട് കംപ്ലീറ്റ് സോൾവ് ചെയ്തിട്ടല്ല എനിക്ക് ഈ എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു സെഡ് ഈക്വൽ ഞാൻ ഈ ക്രമേഴ്സ് റൂൾ വെച്ചിട്ട് ഞാനിത് ജസ്റ്റ് ക്രോസ് വെരിഫൈ ചെയ്തത് ഓരോന്നിൻ്റെ ആൻസർ. അപ്പോൾ ഇതേപോലെ D1 കിട്ടി. അപ്പോൾ എന്താണ് എനിക്ക് മനസ്സിലായി ഇതിപ്പം കാൽക്കുലേറ്ററിൽ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെന്താണ് നമ്മളെ ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു D1/D. അപ്പോൾ വൈ എന്തായിരിക്കും D2/D. ഇതിപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വാല്യൂ കിട്ടും. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് ഡിവൈഡഡ് ബൈ ഇതേ സെയിം നമ്പർ. അപ്പോൾ വൈന്ന് ഒരു വാല്യൂ കിട്ടും. അപ്പോൾ Z എത്രയായിരിക്കും D3/D. അപ്പോൾ എന്താണ് ഇത് ഒരു ഡിറ്റർമിനൻ്റ് ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാല്യൂ കിട്ടും. അതെന്താണ് ആ വാല്യൂ. പിന്നെ നമ്മൾ D എന്ന് പറയുന്നത് ഇപ്പം കോൺസ്റ്റൻറ്റ് നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിച്ചത്. ഇതിൻ്റെ നമ്മളിപ്പോൾ A എടുക്കുന്നില്ല. അപ്പോൾ Aൻ്റെ ആ ഡിറ്റർമിനൻ്റ് ആണ് ഈ സംഭവം. അപ്പോൾ നമുക്ക് Z-നൊരു വാല്യൂ കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇനി എന്താണ് D2 ജസ്റ്റ് ഒന്ന് എഴുതുവാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ D2 എന്ന് പറയുമ്പോൾ y ആണെന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റോ y. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ പറഞ്ഞ വാല്യൂസ് 11 ഇതെവിടുന്ന് ഈ വാല്യൂസ് വരുന്നത് ഇവിടുന്നാണ് വാല്യൂസ് വരുന്നത്. ഈ 3 വാല്യൂസ് ഈക്വൽ സൈനിൻ്റെ ഇപ്പുറത്ത് എഴുതിയ. അപ്പോൾ 11 -5 -3. അപ്പോൾ എന്താണ്, അപ്പോൾ 11 -5 -3. അപ്പോൾ എന്താണ് എക്സും വൈയും, എക്സിലുള്ള വാല്യൂസും വൈയിലുള്ള വാല്യൂസ്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കേണ്ടത് D2 ചെയ്യുന്ന സമയത്ത് ഇതിനെ മാറ്റിയിട്ട് ഇതിൻ്റെ ഇവിടുത്തെ വാല്യൂസ് 3 മാറ്റിയിട്ട് ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. D3 ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ വാല്യൂസ് ഇത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ഇവിടുത്തെ ഈ 3 വാല്യൂസ് മാറ്റിയിട്ട് ഈ 3 വാല്യൂസ് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അന്നേരം ബാക്കി ആ ടൈമിൽ എന്തായിരിക്കും, ഈ ബാക്കി 2 സെയിം ആയിരിക്കും. നമ്മൾ ഇതിലെ മാറ്റുമ്പോൾ ഇത് അതേപോലെ ഉണ്ടോ, ഇത് അതേപോലെ ഉണ്ടോ. നമ്മൾ ഇതിലത്തെ മാറ്റുമ്പോൾ ഇതും സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആലോചിക്കുക. അപ്പോൾ ഇവിടെ ഇനി എന്തായിരിക്കും വരിക, ഇവിടെ മാറ്റമില്ല. 2 3 1 2 3 1 5 -4 5 -4 -2. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളിത് സെയിം മെത്തേഡിൽ വീണ്ടും ഇതടിക്കുക, മാട്രിക്സ് അടിക്കുക, ഒരു മാട്രിക്സ് ഡിഫൈൻ ചെയ്യുക, വാല്യൂസ് അടിക്കുക, പിന്നെ ഓപ്ഷൻ അടിക്കുക, എന്നിട്ട് മാട്രിക്സ് കാൽക്കുലേഷൻ അടിക്കുക, പിന്നെ ഓപ്ഷൻ അടിക്കുക, താഴെ പോവുക, ഡിറ്റർമിനൻ്റ് അടിക്കുക, ഓപ്ഷൻ അടിക്കുക, മാട്രിക്സ് എ എടുക്കുക, വാല്യൂ കിട്ടും. അപ്പോൾ ഈ വാല്യൂ കിട്ടിയാൽ എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. y ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇതെല്ലാം ചെയ്യേണ്ടത് ഇതിപ്പോൾ എന്താണ് സംഭവം സിമ്പിളാണ്, പക്ഷേ ഇത് ആലോചിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇതിപ്പോൾ നമ്മൾ ആൻസർ ഷീറ്റ് ആണെങ്കിൽ ആൻസർ ഷീറ്റിൽ ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് എഴുതുന്ന സമയത്ത് ഈ ഒരു റൈറ്റ് സൈഡിൽ ഇത് എഴുതാൻ വേണ്ടി പാടില്ല. റൈറ്റ് സൈഡിൽ നമുക്ക് ഇങ്ങനെ D1 ഈസ് ഈക്വൽ ടു x ഈസ് ഈക്വൽ ടു D1/D, y ഈസ് ഈക്വൽ ടു D2/D. നിങ്ങൾക്ക് വേണ്ടിയെങ്കിൽ സൈഡിലല്ലോ D1 ഈസ് ഈക്വൽ ടു മാട്രിക്സ് ഇത്ര ഈക്വൽ അതിൻ്റെ വാല്യൂ ഇത്ര, D2 ഈസ് ഈക്വൽ ടു മാട്രിക്സ് വാല്യൂ ഇത്ര എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. D3 ഈസ് ഈക്വൽ ടു മാട്രിക്സ് ഇത്ര വാല്യൂ ഇത്ര. അപ്പോൾ എന്ത് കിട്ടി, അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല, പക്ഷേ എനിക്ക് ഇതിൻ്റെ വാല്യൂ എത്ര കിട്ടി, -2 എന്ന് കിട്ടി. ഞാൻ ആദ്യം ചെയ്ത് വെച്ചോണ്ട് അതുകൊണ്ട് അവിടെ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ട് D2 ഈസ് ഈക്വൽ ടു -2 എന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ y ഈസ് ഈക്വൽ ടു -2 ഡിവൈഡഡ് ബൈ എത്രയാണ്, നമ്മൾ D എന്ന് പറയുന്ന -1. അപ്പോൾ ഇത് കട്ടായി. അപ്പോൾ y ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി നമ്മൾ അതേപോലെ തന്നെ നമ്മളെ D3 എന്ന് പറയുന്ന മാട്രിക്സും. അപ്പോൾ ഞാനെന്താ പറഞ്ഞത്, ആ സമയത്ത് ഈ വാല്യൂസ് ഈ മൂന്നാമത്തെ ഇതിൽ ഫിറ്റായി കൊടുക്കുക, ബാക്കി 2 സെയിം ആയിട്ട് വെക്കുക. അപ്പോൾ 2 3 1 3 -3 2 1 -3 2 1. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടുത്തെ വാല്യൂസ് മാറ്റുക. 11 -5 -3 11 -5 -3. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ ഇതേപോലെ കാൽക്കുലേറ്റർ സെയിം പ്രൊസീജിയർ എടുക്കുക, കിട്ടും ഒരു ആൻസർ. അപ്പോൾ അത് -3 ആയിരിക്കും. അപ്പോൾ എന്താണ് നമ്മളെ ഇക്വേഷൻ എടുപ്പോയി z ഈസ് ഈക്വൽ ടു D3/D. അപ്പോൾ D3 പകരം -3 ഡിവൈഡഡ് ബൈ D എന്ന് പറയുന്ന -1. അപ്പോൾ ഇത് കട്ടായി. അപ്പോൾ ആൻസർ ഈക്വൽ 3. അപ്പോൾ അങ്ങനെയാണ് എന്ത് കിട്ടുന്നത്, x ഈക്വൽ ടു 1 y ഈക്വൽ ടു z ഈക്വൽ 3. പക്ഷേ എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന്
ഇത് എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു സെഡ് ഈക്വൽ ടു 3 എന്ന് കിട്ടണമെന്ന് നിർബന്ധമില്ല. ഞാൻ അങ്ങനെ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്താൽ ഇതാ ഞാൻ പറഞ്ഞ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ കണ്ട അവിടെ വാല്യൂ കറക്റ്റ് 1 2 3 വന്നിട്ടുണ്ട്. അതോ കോയിൻസിഡൻസ് ആണ്. ഇപ്പോൾ അടുത്ത വാല്യൂ മാറ്റിയിട്ട് ഇപ്പം കാണിച്ചു തരാം. ഇവിടെ പോയി ഇവിടെയും എക്സ് ഈക്വൽ ടു 1 ഒരു മിനിറ്റ് ഇപ്പം ഞാൻ മാറ്റിത്തരാം. ഇവിടെ കണ്ട എക്സ് ഈക്വൽ ടു 2 വൈ ഈക്വൽ ടു -2 സെഡ് ഈക്വൽ ടു 1. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 2 സെഡ് ഈക്വൽ ടു 3 എപ്പോഴും വരുന്ന നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. അത് മാറും. ഞാൻ അതേപോലെ നമ്മളെ മോഡലത്തെയും കൂടി കാണിച്ചു തരാം. മോഡലത്തെ ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഇത് കണ്ട എക്സ് ഈക്വൽ ടു ഇതൊരു വൃത്തിയുടെ ഒരു ഫ്രാക്ഷൻ നമ്പർ. ഇത് -74/14 വൈ ഈക്വൽ 108/14. ഇതൊന്നും കട്ട് ചെയ്യാൻ തന്നെ ആവില്ല. ഇത് കട്ട് ചെയ്യണമെങ്കിൽ ഇത് പിന്നെ ഫ്രാക്ഷൻ ഡെസിമലായി പോകും. സെഡ് ഈക്വൽ ടു 110/114. അവിടെ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ എനിക്കിപ്പോൾ 110 ഡിവൈഡ് ബൈ 14 ചെയ്ത് കഴിഞ്ഞാൽ നോക്ക്, ഇതാ ഫ്രാക്ഷൻ നമ്പർ കിട്ടുന്നത്. കറക്റ്റ് നമ്പർ എന്തോ 7 പോയിൻറ്റ് സംതിങ്ങാണ് കിട്ടുന്നത്. 7 പോയിൻറ്റ് സംതിങ്. അപ്പോൾ ഇതാ പറയുന്നത് ഇത് തന്നെ കിട്ടണം നിർബന്ധമില്ല. എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 2 സെഡ് ഈക്വൽ 3. അപ്പോൾ ക്രമവാസ് റൂളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അപ്പോൾ അഥവാ നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മളിപ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വാല്യൂ കിട്ടുന്നില്ല, നമുക്ക് എന്ത് ഉറപ്പിക്കാം? ഇതിൻ്റെ ആൻസർ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടൂല, നമ്മളിപ്പോൾ വാല്യൂ ഇതേപോലത്തെ ഫ്രാക്ഷൻ എല്ലാം വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഉറപ്പിക്കാം നമ്മൾ ചെയ്യുന്ന മെത്തേഡ് വഴിയോ നമുക്ക് എന്ത് കിട്ടണോ, ഇതേ വാല്യൂസ് തന്നെ കിട്ടണോ. ഇതിപ്പോൾ ആ ടൈമിൽ ചിലപ്പോൾ നമുക്ക് കിട്ടിക്കുന്നത് എങ്ങനെയെങ്കിലും കിട്ടിക്ക്. അതാണ് ചില സമയത്ത് നമ്മൾ കുറച്ചൊരു ടാക്ടിക്സ് ഉപയോഗിക്കണോ, എന്താണ് എങ്ങനെയെങ്കിലും മറ്റേന്ന് പറയേണ്ടത് എന്തായാലും ഈ വാല്യൂസോടെ ഉറപ്പിച്ചു. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ലാസ്റ്റ് എക്സ് ഈക്വൽ ടു a ഇൻവേഴ്സ് b മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെയെങ്കിലും എന്ന് പറയാം ഈ വാല്യൂ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവസാനം കിട്ടുന്ന വാല്യൂ ഇങ്ങനെ 74 പ്ലസ് 108/14. അപ്പോൾ എന്ത് എങ്ങനെയെങ്കിലും ഈ വാല്യൂസ് കിട്ടിച്ചിട്ട് എന്ത് ചെയ്യുക, ഫൈനൽ ആൻസർ എക്സ് ഈക്വൽ ടു ഇത്ര വൈ ഈക്വൽ ടു ഇത്ര സെഡ് ഈക്വൽ ഇത്ര എന്ന് പറഞ്ഞിട്ട് കുറച്ചൊരു എന്ത് ചെയ്യുക ടാക്ടിക്സ് കാണിക്കുക. ചിലപ്പോൾ നമ്മൾ 1 മാർക്ക് അവിടെ കുറക്കുമായിരിക്കും. പക്ഷേങ്കിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റിന് 5 മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ കാര്യമാണ്. അല്ലാതെ മൊത്തം ഇക്വേഷൻ തെറ്റിയിട്ട് മൊത്തം മാർക്ക് നോക്കുന്നതിനേക്കാളും നല്ല 1 മാർക്ക് പോകുന്നുണ്ടെങ്കിലോ നമ്മളിങ്ങനെ ഇതാക്കിയതിന് പക്ഷേ 5 മാർക്ക് കിട്ടുന്നില്ല. അതാണ് ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ക്രമേഴ്സ് റൂളാണ് കുറച്ച് മനസ്സിലായി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്താണ് സംഭവം എളുപ്പമാണ് മനസ്സിലായി കഴിഞ്ഞാൽ. സോ അത് ആലോചിക്കുക.